ത്തിന്റെ ഗവർണർ ചുമതല ഒഴിഞ്ഞ ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ സംസ്ഥാനത്ത് നിന്ന് മടങ്ങുകയാണ്. അദ്ദേഹം ഡൽഹിയിലേക്കാണ് പോകുന്നത്. ബീഹാറിന്റെ ചുമതലയാണ് പുതുതായി നൽകിയിട്ടുള്ളത്. അതേസമയം പുതിയ ഗവർണർ അടുത്ത വ്യാഴാഴ്ച കേരളത്തിന്റെ ഗവർണറായി ചുമതല ഏൽക്കുകയും ചെയ്യും. നിരവധി വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട നാളുകൾ ആണ് അവസാനിക്കുന്നത്. അദ്ദേഹം ചർച്ച ചെയ്ത അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ള വിമർശനങ്ങളിൽ ഇനിയും കൃത്യമായ ഒരു തീരുമാനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞ സാഹചര്യം ആണ് എന്നും സർവകലാശാലകളുടെ നിയന്ത്രണം പാർട്ടിക്കാണ് എന്നതും ഉള്ള വിമർശനങ്ങൾ. വിസിമാരെ നിശ്ചയിക്കുന്നതിൽ അടക്കം കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. സർക്കാർ പക്ഷപാതപരമായി സ്വജനപക്ഷപാതം സർക്കാരിന്റെ മുഖമുദ്രയായി മാറി എന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ഗവർണർ ഉന്നയിച്ചിരുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ എന്നത് ഭരണപ്രതിസന്ധി പോലും സൃഷ്ടിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഗവർണർ മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. ഡൽഹിയിലേക്കാണ് ഗവർണർ പുറപ്പെടുന്നത്. അതിനുശേഷം ആയിരിക്കും അദ്ദേഹം ബീഹാറിലേക്ക് പോവുക. കഴിഞ്ഞ ഏതാനും നാളുകളായി സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഗവർണർ നൽകുന്ന വിരുന്നുകളിൽ നിന്ന് അടക്കം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടായി. മാത്രവുമല്ല, ഇപ്പോൾ ഗവർണർ സ്ഥാനമൊഴിഞ്ഞു പോകുമ്പോൾ യാത്രയയപ്പ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഒന്നും തന്നെ യാത്രയയപ്പ് ചടങ്ങ് നടത്തിയിരുന്നില്ല. നേരത്തെ ജസ്റ്റിസ് പി സദാശിവം കേരളത്തിന്റെ ഗവർണറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹൃദ്യമായ യാത്രയയപ്പായിരുന്നു സർക്കാർ നൽകിയത് എങ്കിൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു യാത്രയയപ്പുമില്ല. ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, ഗവർണർ മടങ്ങാൻ തയ്യാറെടുക്കുന്നു. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ്? എവിടേക്കാണ് അദ്ദേഹം പോകുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അല്പസമയത്തിനകം രാജ്ഭവനിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനവ്യൂഹം പുറത്തേക്ക് എത്തും. മറ്റൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന് രാജ്ഭവനിൽ വെച്ച് അവസാന ഗാർഡ് ഓഫ് ഓണർ അകത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ നൽകി കഴിഞ്ഞിരിക്കുന്നു. പുറത്തും ഒരുപക്ഷെ സമാനമായ തരത്തിൽ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയേക്കാം. അതിനുശേഷം 12 മണിക്കാണ് പ്രത്യേക ടെർമിനലിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പുറപ്പെടുക. ഇദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പുറത്തേക്ക് എത്തുകയാണ്. ആദ്യ വാഹനം, പൈലറ്റ് വാഹനം ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നു. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ക്രമസമാധാന ചുമതലയുടെ ADGP മനോജ് എബ്രഹാം, അതോടൊപ്പം മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, സിറ്റി പോലീസ് കമ്മീഷണർ, ജില്ലാ കളക്ടർ അനുകുമാരി, കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ഉൾപ്പെടെയുള്ളവർ രാജ്ഭവനിൽ അദ്ദേഹത്തെ യാത്രയയക്കാൻ എത്തിയിരുന്നു. അതോടൊപ്പമാണ് മതമേലധ്യക്ഷന്മാർ, ബിലീവേഴ്സ് ചർച്ചിന്റെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ രാവിലെ രാജ്ഭവനിലെത്തി ഗവർണറെ നേരിൽ കണ്ട ആശംസകൾ അറിയിച്ചത്. ഇവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ അതോ അദ്ദേഹം എയർപോർട്ടിൽ വെച്ചായിരിക്കുമോ മാധ്യമങ്ങളെ കാണുന്നത്? ഈ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അല്പസമയത്തിനകം അക്കാര്യത്തിലൊരു ധാരണയുണ്ടാകും. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഗവർണറുടെ വാഹനവ്യൂഹം രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെയോ അല്ലെങ്കിൽ എയർപോർട്ടിലോ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് അറിയുന്നത്. 3ാമത്തെ വാഹനത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പൈലറ്റ് വാഹനത്തിന്റെ അകമ്പടിയോടെ പുറത്തേക്ക് എത്തുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്നത്. ഇവിടെ അദ്ദേഹം മാധ്യമങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതിനുള്ള സാധ്യത കാണുന്നില്ല. വാഹനവ്യൂഹം വിമാനത്താവളം ലക്ഷ്യമാക്കി പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗവർണർ അദ്ദേഹം എയർപോർട്ടിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷമായിരിക്കും മടങ്ങുക എന്ന ആംഗ്യം കാട്ടി അദ്ദേഹം ഇവിടെ നിന്ന് ഗവർണർ എയർപോർട്ടിൽ പ്രതികരിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡാൻ, ഒരുപക്ഷെ എയർപോർട്ടിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുവെങ്കിൽ അദ്ദേഹത്തിന് യാത്രയയപ്പുമായി ബന്ധപ്പെട്ടടക്കം പ്രതികരിക്കാനുണ്ടാകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതയും അങ്ങനെ നിലനിൽക്കുകയാണ്. എന്തായാലും നമുക്ക് പിന്തുടരേണ്ടതുണ്ട്. ഗവർണർ എയർപോർട്ടിലേക്കാണ് പോകുന്നത് എങ്കിൽ തീർച്ചയായും ഡാൻ നമുക്ക് എയർപോർട്ടിൽ നിന്നുള്ള പ്രതികരണത്തിന് ശ്രമിക്കേണ്ടതുണ്ട്. ഗവർണറുടെ വാഹനവ്യൂഹം ഇപ്പോഴിതാ പുറപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരുന്നത്. ഒട്ടേറെ വിവാദങ്ങൾ കഴിഞ്ഞ കാലയളവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന കാലയളവിൽ ചർച്ച ചെയ്യപ്പെട്ടത് വിവാദങ്ങളായിരുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ, സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്ന സാഹചര്യം, ചിലപ്പോഴെങ്കിലും ചില വിഷയങ്ങളിൽ ഗവർണറും സർക്കാരും ഒക്കെയായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ
നിരന്തരമായ ഏറ്റുമുട്ടലുകൾക്ക് ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിൽ വഴിയൊരുക്കിയത്. ഗവർണർ പദവി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയം കൂടിയായിരുന്നു. ഭരണഘടനാ പദവി എന്ന നിലയിൽ ഗവർണർക്ക് വലിയ അധികാരപരിധികൾ ഇല്ല എന്ന് സംസ്ഥാന സർക്കാരിന് വാദമുന്നയിക്കേണ്ടി വന്ന പശ്ചാത്തലം, എന്തിനാണ് ഇങ്ങനെയൊരു പദവി എന്ന് പോലും സംസ്ഥാന സർക്കാർ ചോദിച്ച സാഹചര്യം. എന്നാൽ ഗവർണർ പദവിയുടെ പ്രാധാന്യം എന്ത് എന്ന് താൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്ന ഗവർണറുടെ മറുപടി, പ്രത്യേകിച്ച് സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിലുള്ള അധികാരം അതുപോലും, അതായത് ഗവർണർക്ക് ചാൻസലർ പദവി, സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ ആലോചിച്ച ഒരു കാലഘട്ടം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത്. സംസ്ഥാന അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ ഇത് മികച്ച പ്രകടനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല അങ്ങനെ ആയിരുന്നില്ല എന്ന വിമർശനം ഗവർണർ ഉന്നയിച്ചിരുന്നു. VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. മറ്റ് നിരവധിയായ വിഷയങ്ങൾ, അതായത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള, മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയങ്ങളിലടക്കം ഗവർണർ രാഷ്ട്രീയ നേതാക്കളെ പോലെ പ്രതികരിക്കുന്നു എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടക്കം ഇത്തരത്തിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് സർക്കാരിനെയും ഏറെ ചൊടിപ്പിച്ച പശ്ചാത്തലമുണ്ട്. സാധാരണ നിലയിൽ ഗവർണർ പദവിയിലുള്ളവർ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുക എന്നത് അപൂർവമാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അത്തരത്തിൽ ആയിരുന്നില്ല സംസാരിച്ചിരുന്നത്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങൾ അടക്കം അദ്ദേഹം പ്രതികരിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. ഒപ്പം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വാർത്തയിൽ ഡാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ കേരളത്തെ ബാധിച്ച വിഷയങ്ങളിൽ അടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ക്യാമ്പസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ച സാഹചര്യമുണ്ടാകുന്നു. ഒപ്പം കേരളത്തെ നടുക്കിയ ചില കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ആ വിഷയങ്ങളിലെല്ലാം തന്നെ ഈ കുടുംബത്തിൽ നേരിട്ട് എത്തുകയും അവിടെ കുടുംബാംഗങ്ങളെയൊക്കെ ഗവർണർ ആശ്വസിപ്പിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടാകുന്നു. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുമ്പോൾ അത് സർക്കാരിന് ആശ്വാസമാണോ ഏകുക എന്നത് ഇനിയും കണ്ടറിയേണ്ടതുണ്ട്. കാരണം പുതിയ ഗവർണർ അടുത്ത വ്യാഴാഴ്ചയാണ് ചുമതല ഏൽക്കാൻ പോകുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന്റെ തുടങ്ങിവെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, പരാതികൾ, ആക്ഷേപങ്ങൾ അത് അതേപടി തുടരുന്ന ഒരു സാഹചര്യം അലേക്കറുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? അതിനപ്പുറത്ത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ? കൂടുതൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പുതിയ ഗവർണർക്ക് സാധിക്കുമോ എന്നതെല്ലാം നമുക്ക് വ്യാഴാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങുകയാണ്. അദ്ദേഹം ഡൽഹിയിലേക്കാണ് പുറപ്പെടുന്നത്. വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട വാഹനവ്യൂഹത്തിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. രാജ്ഭവനിൽ നിന്ന് ഗവർണർ ഔദ്യോഗികമായ ചുമതലകൾ ഒഴിവായ ശേഷം, ചുമതലകൾ നിർവഹിച്ച ശേഷം ഔദ്യോഗികമായ യാത്രയയപ്പ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സംസ്ഥാന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒന്നും യാത്രയയപ്പ് ചടങ്ങിൽ ഭാഗമായില്ല എങ്കിൽ പോലും പ്രോട്ടോകോൾ പ്രകാരമുള്ള യാത്രയയപ്പ്, ഔദ്യോഗികമായ യാത്രയയപ്പ് അടക്കം ലഭിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പുറപ്പെടുന്നത്. എയർപോർട്ടിൽ നിന്ന് VV വിനോദ് ആണ് ചേരുന്നത്. VV വിനോദ്, നേരത്തെ രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം കാറിനകത്ത് നിന്നുകൊണ്ട് നൽകിയ ആംഗ്യം എന്നത് എയർപോർട്ടിൽ പ്രതികരിക്കാമെന്ന നിലയിലാണ്. എയർപോർട്ടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം എത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഗവർണർ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എത്തും. അല്പസമയത്തിനകം ഗവർണർ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ സംസ്ഥാന സർക്കാരും ഒരു ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം, അത് തുടരെ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് പോയ ഒരു സാഹചര്യം അത് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആഭ്യന്തര ടെർമിനലിലേക്ക് എത്തും. ഇവിടുത്തെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നാണ് അദ്ദേഹം പോകുന്നത്. നേരത്തെയൊക്കെയും നമ്മുടെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ
സർക്കാരുമായി ഇടഞ്ഞു നിന്ന ആ ഒരു കാലഘട്ടം അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായി നമ്മൾ പറയേണ്ടത്. പ്രധാനമായും BC-മാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം സർക്കാരുമായി ഇടഞ്ഞത്. അതുതന്നെ KK രാഗേഷിന്റെ ഭാര്യയുടെ നിയമനം, ബന്ധു നിയമനം, അത് വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കണ്ണൂർ സർവകലാശാലയിൽ അദ്ദേഹത്തിനെതിരെ നടന്ന പ്രതിഷേധം, ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പരമ്പര തന്നെ ആരംഭിച്ചത് കണ്ണൂർ സർവകലാശാലയിൽ നിന്നാണ്. അന്ന് അവിടെ SFIയുടെ പ്രതിഷേധമുണ്ടായ ഒരു കാലഘട്ടം. അതിനുശേഷം SFI പ്രവർത്തകരെ ഗുണ്ടകളെന്നും ക്രിമിനൽ സംഘമെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ഗവർണർ രംഗത്തേക്ക് വന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ പദവികൾ, സർവകലാശാലയുടെ അംഗീകാരങ്ങൾ നൽകുന്നതിൽ ഗവർണറുടെ ശുപാർശ സർക്കാർ ഒഴിവാക്കുകയും ഗവർണർ നൽകുന്ന പേരുകൾ സർക്കാർ വിട്ടുകയും ചെയ്ത സാഹചര്യം, സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾ ഒപ്പിടാതെ ഗവർണർ അത് മടക്കി അയക്കുന്ന സാഹചര്യമോ പിടിച്ചു വയ്ക്കുന്ന സാഹചര്യമോ, രാഷ്ട്രപതിക്ക് പോലും പരാതി നൽകുന്ന നില, ഏറ്റവും ഒടുവിൽ കോടതിയുടെ മുന്നിലേക്ക് വരെ ഗവർണർ സർക്കാർ പോര് എത്തിയ ഒരു കാലഘട്ടം. മാത്രമല്ല, വാക്കുകൾ കൊണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും നടത്തിയ പോരാട്ടങ്ങൾ അത് പരിധി വിട്ടു പോകുന്ന സാഹചര്യങ്ങൾ പോലും പലപ്പോഴും ഉണ്ടായി. ഗുണ്ടാ സംഘങ്ങളുടെ നേതാവാണ് മുഖ്യമന്ത്രി എന്നും അദ്ദേഹം കിങ് ആണെന്നും രാജാവിനെ പോലെ അദ്ദേഹം പെരുമാറുന്നുവെന്നും അടക്കമുള്ള ഗവർണറുടെ പരാമർശങ്ങൾ, ഗവർണർ പദവി തന്നെ ആലങ്കാരിക പദവി എന്ന നിലയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ, CPI അടക്കം ഘടകകക്ഷികളെല്ലാം തന്നെ CPM-നൊപ്പം ചേർന്ന് ഗവർണറെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കാനം രാജേന്ദ്രൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് CPIയുടെ നിലപാടായി പുറത്തു വന്നതും ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയം, ഇത് ഗവർണർ പദവി എന്നത് ഒരു ആലങ്കാരിക പദവിയാണ്, അവിടെ ഗവർണർ സ്വയം സ്ഥാനമൊഴിഞ്ഞു പോവുകയാണ് വേണ്ടത് എന്ന കടുത്ത നിലപാടുകൾ പോലും പരസ്യമായി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു. സമവായ നീക്കം എന്ന നിലയിൽ അദ്ദേഹത്തെ നിലനിർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അത് സർക്കാരിന് തന്നെ തലവേദനയായി മാറുന്ന നിലയുമുണ്ടായി. ഈ തരത്തിൽ കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, സംസ്ഥാനത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ തരത്തിൽ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് സംസ്ഥാന സർക്കാരും ഗവർണറും പോയ ഒരു ഏതെങ്കിലും ഒരു കാലഘട്ടമില്ല. അത്തരം ഒരു കാലഘട്ടത്തിനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വർഷങ്ങൾക്കാണ് കഴിഞ്ഞ സമയം നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. ഏതായിരുന്നാലും ഏറ്റവും ഒടുവിൽ മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് ഈ നാട്ടിൽ നിന്ന് പോകുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് കൂടുതൽ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നേരത്തെ തന്നെ ഔദ്യോഗികമായ ചില ചടങ്ങുകൾ ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തന്നെ ഒഴിവാക്കിയാണ് ഗവർണറുടെ കേരളത്തിൽ നിന്നുള്ള മടക്കം. അഭിലാഷ്. യെസ്, ബീഹാർ ഗവർണറായി നിയമനം ലഭിച്ചതിനെ തുടർന്നാണ് കേരളത്തിൽ നിന്ന് ഗവർണർ മടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി യാത്രയയപ്പ് നൽകി എന്നത് ഒഴിച്ചു നിർത്തിയാൽ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഒന്നും തന്നെ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഉപഹാരം എന്ന നിലയിൽ അദ്ദേഹത്തിന് അനന്തപത്മനാഭന്റെ വിഗ്രഹം രൂപത്തിൽ ഉള്ള ഉപഹാരവും നൽകി ആണ് യാത്രയയപ്പ് നൽകിയത്. മറ്റ് ഔദ്യോഗികമായൊരു യാത്രയയപ്പ് എന്നതിനപ്പുറത്തേക്ക് ഊഷ്മളമായൊരു യാത്രയയപ്പ് നൽകാൻ സംസ്ഥാന സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. എന്തായാലും ഗവർണർ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന സൂചന തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരുപക്ഷെ വിമാനത്താവളത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് തയ്യാറായില്ല. വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരെല്ലാവരും കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം എന്തു പറയും എന്നുള്ളതാണ്. നേരത്തെ വിനോദും ഒപ്പം ഡാനും സൂചിപ്പിച്ചതുപോലെ സംഭവബഹുലമായ വർഷങ്ങൾ ആണ് കടന്നുപോയത്. ഗവർണറായി ചുമതലയേറ്റതിന് ശേഷം തുടക്കത്തിൽ സർക്കാരുമായി ചേർന്ന് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് തുടർച്ചയായി സർക്കാരുമായി ഇടയുന്ന ഗവർണറെ ആണ് നമ്മൾ കണ്ടത്. അത് നിരവധിയായ വിഷയങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടാകുന്നു, ഒടുവിൽ ഒപ്പുവെക്കുന്ന സാഹചര്യമുണ്ടാകുന്നു, ബില്ലുകളിൽ തിരുത്തലുകൾ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു, സർക്കാരിൻ്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടാകുന്നു, സർക്കാരിനെ പ്രതിരോധത്തിലാക്കി വിവാദ വിഷയങ്ങളിലടക്കം അദ്ദേഹം പ്രതികരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഗവർണറുടെ വാഹനം എയർപോർട്ടിലേക്ക് എത്തും.